ഇന്ന് നമുക്ക് എല്ലാവരും കൈപ്പക്ക ഉപ്പേരിയും കറിയൊക്കെ എല്ലാം ഉണ്ടാക്കുന്ന നമുക്ക് കൈപ്പക്ക ഒന്ന് ചോറിലേക്കൊന്ന് മസാല ആക്കാം. മസാല ആക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വട്ടനെ നുറുക്കുക കൈപ്പക്ക. പിന്നെ നമുക്ക് അതിലേക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് സുർക്ക ഒഴിച്ചിട്ട്, സുർക്ക എന്തായാലും ഒഴിക്കണം. സുർക്ക ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം മസാല. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു പിടി അരിപ്പൊടി, കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഇതൊക്കെ കൂടി ആക്കിയിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്ക് ലൂസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ കൈപ്പക്ക നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എത്ര വേണ്ടിച്ചതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഒരു കൈപ്പക്കയുടെ കഷ്ണമാണ് ഇപ്പോൾ ഇത്. ഒരു കൈപ്പക്ക എടുത്തുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചോറിലേക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കൈപ്പക്ക പൊരിച്ചെടുത്തതിന്. ഇനി നമുക്കത് ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ചൂടായാൽ കുറച്ച് എണ്ണ മതി. കൂടുതൽ എണ്ണ ഒന്നും ഒഴിക്കണ്ട. കുറച്ച് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് എല്ലാം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ഇതിങ്ങനെ ചൂടായാലും അങ്ങനെ കിടന്ന് മൊരിഞ്ഞോളൂ. ചെറിയ തീയിലിട്ടിട്ട്. ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചട്ടിയാണെങ്കിലും നമുക്കിത് എടുക്കാട്ടോ. സാവധാനം അത് മൊരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് കൂടുതൽ തീ എത്തിച്ചിട്ട് പെട്ടെന്ന് ഇത് മൊരിച്ചെടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ കരിഞ്ഞു പോകും. ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് മൊരിഞ്ഞാലാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കുക വെച്ചെങ്കിൽ ഇത് പെട്ടെന്നാവും. പക്ഷേ ടേസ്റ്റ് ഇങ്ങനെയാണ്. കൂടുതൽ എണ്ണ കുടിക്കൊന്നുമില്ല ഇങ്ങനെ ആവുമ്പോൾ. ഇപ്പം എല്ലാവരും കൈപ്പക്കൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് മസാല ആക്കിയിട്ടൊന്ന് പൊരിച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കുട്ടികൾക്കൊക്കെ കഴിക്കും. ഇത് കൈപ്പക്ക ഉപ്പേരിയൊക്കെ വെച്ച് ആരും കഴിക്കില്ലല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാ കൈപ്പക്കയും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിലും നിങ്ങൾ കയ്യിലുള്ള ഏത് ചട്ടിയാണെന്ന് വെച്ചെങ്കിലും അതിലിത് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.